നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദശവിദ്യകൾ എന്നറിയപ്പെടുന്ന ദേവീ സങ്കല്പങ്ങളിൽ അഞ്ചാമത്തേത് ഭൈരവിയാണ്. ഉഗ്രരൂപിണിയും എന്നാൽ ഭക്തരുടെ ഭയത്തെ നശിപ്പിക്കുന്നവളുമാണ് ഭൈരവി. ജ്ഞാനത്തിൻ്റെ ദേവതയായ ഭൈരവിയെ പ്രാർത്ഥിക്കുന്നത് അറിവ്, ശത്രുനാശം എന്നിവയ്ക്ക് സഹായിക്കും. അതിശക്തനാണെങ്കിലും ഇന്ദ്രജിത്തിന് ആയുസ് വളരെ കുറവായിരുന്നു. യുദ്ധഭൂമിയിൽ ഇന്ദ്രജിത്തിന്റെ ഉജ്ജ്വല പ്രകടനവും ഇന്ദ്രജിത്തിന്റെ വധവുമാണ് ഇന്ന് നാം രാമായണ പാരായണത്തിലൂടെ കേൾക്കുന്നത്. കൈകസീനന്ദനനായ വിഭീഷണൻ, ഭാഗവതോത്തമൻ ഭക്തപരായണൻ, പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനുമന്നേരം. ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാദോജസംഭവനന്ദനൻ ജാംബവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിക്കാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിത്തോ. കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതി മേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ. പുനരെന്നതു കേട്ടവൻ ചോദിച്ചിദാശരാധീശ്വരൻ, തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ, എന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും? രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ.
മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസസംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചീല എന്നവൻ കാൽക്കൽ ആമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഢമായി ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയെ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസസന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങൾ അറിക നീ. 4 ദിവ്യൗഷധങ്ങളവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണിയെന്നൊന്നെടോ പിമ്പു സന്താനകരണി. 3-മതും നല്ലു സുവർണകരണി. 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാറാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന. പോക നീ വൈകാതെ യുദ്ധം. വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും. ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഭാഗ്യം ബലം പ്രയോഗിച്ച് നേടാനാകില്ല. ആയുസ്സിനെ പണം കൊടുത്തു വാങ്ങാനും സാധ്യമല്ല. ഏത് സമർത്ഥനും ഒരു മരണകാലമുണ്ട്. ഇന്ദ്രജിത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാമിനി. വാനരപ്പടയെ ഒടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രജിത്ത് നിഗംഭലയിൽ ചെന്നിട്ട് യാഗം നടത്തുകയാണ്, ഹോമം നടത്തുകയാണ്. രക്തവസ്ത്രം ധരിച്ചിട്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഹോമം നടത്തി. ആ ഹോമത്തിൽ നിന്ന് ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ, രഥങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോവുക. ആ യുദ്ധത്തിൽ ഈ കിട്ടിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ, തൻ്റെ മായാബലം, ഇതൊക്കെ ഇന്ദ്രജിത്ത് പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് വാനരന്മാർക്ക് നേരെ ബ്രഹ്മാസ്ത്രജാലം പ്രയോഗിച്ചു. ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് വാനരന്മാരൊക്കെ മൃതപ്രായരായി. സാക്ഷാൽ രാഘവന്മാർ പോലും മൃതപ്രായരായി, മോഹാലസ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കണ സമയത്ത് വിഭീഷണൻ മാത്രം ജീവനോടെ ബാക്കിയുണ്ട് ആ കൂട്ടത്തിൽ.
അദ്ദേഹം യുദ്ധത്തിൻ്റെ ആ സമയത്ത് യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം തങ്ങളുടെ സൈന്യത്തിൽ ആരൊക്കെ ജീവനോടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഓരോരുത്തരെ നോക്കുകയാണ്. ഓരോരുത്തരെ ചെന്ന് നോക്കും, ഇയാൾക്ക് ജീവനുണ്ടോ, അടുത്ത ആൾക്ക് ജീവനുണ്ടോ ചെന്ന് നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഹനുമാൻ സ്വാമി ജീവനോടെ ബാക്കിയുണ്ടെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരും ചേർന്ന് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കുക. ബ്രഹ്മാവിൻ്റെ പുത്രനായതുകൊണ്ട് ജാംബവാന് ബ്രഹ്മാസ്ത്രം വല്ലാതെ ഏറ്റിട്ടില്ല. എന്നാലും കണ്ണ് തുറക്കാൻ വയ്യ. കണ്ണ് നിറച്ചും ഈ ചോര വന്ന് രക്തം വന്ന് മൂടിയതുകൊണ്ട് കണ്ണ് തുറക്കാൻ വയ്യ. ജാംബവാനോട് ചോദിച്ചു, അങ്ങേക്ക് സൗഖ്യമല്ലേ, ജീവനോടെ ഉണ്ടല്ലോ? ജാംബവാൻ പറഞ്ഞു, കണ്ണ് തുറക്കാൻ വയ്യ, ജീവൻ മാത്രം പോയിട്ടില്ല എന്ന് പറഞ്ഞു. ജാംബവാൻ ആ കാര്യത്തിൽ ആ ഒരു സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ കൂട്ടത്തിൽ ഹനുമാൻ ജീവനോടെ ബാക്കിയുണ്ടോ? മറ്റൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആശ്വാസമായി. വിഭീഷണൻ ജാംബവാനോട് ചോദിച്ചു, എന്താ ഹനുമാനെ പറ്റിയിട്ട് ചോദിക്കാൻ കാരണം? രാഘവന്മാരെ പറ്റിയിട്ട് പോലും അങ്ങ് ചോദിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ഹനുമാൻ ബാക്കിയുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ, നമുക്കെല്ലാവർക്കും സൗഖ്യമുണ്ടാവും. ഹനുമാൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മരണപ്പെടുകയും ചെയ്യും, സംശയമില്ല. അപ്പോൾ ജാംബവാൻ എല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 4 തരത്തിലുള്ള മരുന്നുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. കൈലാസത്തിന് അപ്പുറം, ഹിമവാനപ്പുറം കൈലാസത്തിനടുത്ത് ഋഷഭാദ്രി എന്ന് പറയുന്ന പർവ്വതത്തിൽ 4 തരത്തിലുള്ള മരുന്നുണ്ട്. ഈ ഋഷഭാദ്രിയിൽ ചെന്നിട്ട് ഈ മരുന്നുകൾ കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആ മരുന്നുകൾ വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, പിന്നെ മൃതസഞ്ജീവനി, ഈ 4 മരുന്നുകൾ. വിശല്യകരണി ആ പേര് പോലെ തന്നെ ശല്യം ഇല്ലാണ്ടാക്കുന്ന അല്ലെങ്കിൽ ശല്യത്തെ തിരിച്ചെടുക്കുന്ന കരണി മരുന്ന്. ശരീരത്തിൽ ഏറ്റിട്ടുള്ള അസ്ത്രങ്ങൾ പിഴുതു മാറ്റാൻ സഹായിക്കുന്നതാണ്. സന്ധാനകരണി, സന്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പിക്കുക, മുറിവ് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടത്. സുവർണകരണി എന്ന് പറഞ്ഞാൽ കാന്തി കൊടുക്കുക, പഴയ ആ കാന്തി തിരിച്ചു കൊണ്ടുവരിക, ദേഹകാന്തി. മൃതസഞ്ജീവനി, മരണത്തിൽ നിന്ന്, ആ മൃതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. എല്ലാവരും മൃതപ്രായരായിട്ട് കിടക്കുക, ഭഗവാൻ അവിടെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമി ഹിമവൽ ദിശയിലേക്ക് പോയി ആ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് താഴെ ഒരാശ്രമം കാണുന്നത്. കാരണം ഇതിനിടയിൽ കാലനേമിയെ രാവണൻ ചട്ടം കെട്ടുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ഹനുമാൻ സ്വാമിയുടെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട്, വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് കാലനേമിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് രാവണൻ. ആ കാലനേമിയുടെ ആശ്രമം കണ്ട് ഹനുമാൻ സ്വാമി ആ ഭാഗത്തേക്ക് ചെന്നു. കുറച്ച് വെള്ളം കുടിക്കാം, അതാണ് ആഗ്രഹം, അല്ല ദാഹമുണ്ട്. ആ ആശ്രമത്തിൽ ചെന്നിട്ട് ഹനുമാൻ സ്വാമി കാലനേമിയോട് പറഞ്ഞു, ഈ വഴിയിൽ ഇങ്ങനൊരു ആശ്രമം ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നാലും നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടിയാൽ സന്തോഷമായി. തൻ്റെ കമണ്ടലുവിലേക്കുള്ള വെള്ളം കാണിച്ചിട്ട് അത് കുടിച്ചോളാൻ പറഞ്ഞു. ഹനുമാൻ സ്വാമി പറയുന്നത്, ഈ വെള്ളം പോരാ, എൻ്റെ ദാഹം മതിയാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം പോരാ, കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു ജലാശയം കാണിച്ചു തരണം. ഒരു കാലനേമി അവിടെ അടുത്തുള്ളൊരു ജലാശയം കാണിച്ചിട്ട് പറഞ്ഞു, കണ്ണടച്ച് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞ് ഈ മരുന്നുകൾ കിട്ടാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഹനുമാൻ സ്വാമി കണ്ണടച്ച് വെള്ളം കുടിക്കണ സമയത്ത് ഹനുമാൻ സ്വാമിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു മകരം, ഒരു മുതല വരിക. ആ മുതലയുടെ വരവ് മനസ്സിലാക്കിയിട്ടുള്ള ഹനുമാൻ സ്വാമി അതിനെ വാ പിളർന്നു കൊന്നു. ആ സമയത്താണ് ആ ജഡത്തിൽ നിന്ന് ദിവ്യമായിട്ടുള്ളൊരു ദേഹം ആകാശത്തേക്ക് ഉയർന്നു വരുന്നത് കാണുന്നത്, ഒരു അപ്സരകന്യ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ശാപം കിട്ടിയതായിരുന്നു, ശാപമോക്ഷമായിട്ട് അങ്ങയുടെ കൈകൊണ്ടുള്ള മരണമാണ് വിധിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ശാപത്തിൽ നിന്ന് മുക്തിയായിട്ടുണ്ട്. അങ്ങ് അവിടെ കണ്ടിട്ടുള്ള കാലനേമി അത് അസുരനാണ്, ഋഷീശ്വരനല്ല. അങ്ങയ്ക്ക് മാർഗഭ്രംശം നൽകാൻ വേണ്ടിയിട്ട്, സംഭവിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ഏർപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ വധിച്ചിട്ട് അങ്ങയുടെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി സത്യം തിരിച്ചറിഞ്ഞിട്ട് കാലനേമിയുടെ അടുത്തെത്തി ആ കാലനേമിയെ വധിച്ച് ഔഷധങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചു. ആ ഔഷധങ്ങൾ മുഴുവൻ ഓരോന്നായിട്ട് തിരഞ്ഞെടുത്ത് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഹനുമാൻ സ്വാമി ആ പർവ്വതത്തോടെ കൊണ്ടുവന്നു. ആ പർവ്വതത്തിൽ ഔഷധങ്ങളുടെ ഗന്ധം അനുഭവിച്ചിട്ട് എല്ലാ വാനരന്മാരും രാഘവന്മാരും സൗഖ്യത്തെ പ്രാപിച്ചു. രാവണൻ്റെ സൈനികർ ഓരോരുത്തരുടെയും മൃതദേഹം രാവണൻ്റെ ആജ്ഞപ്രകാരം തന്നെ രാക്ഷസന്മാർ സമുദ്രത്തിലിട്ടതുകൊണ്ട് അവർക്ക് എന്തുണ്ടായില്ല, ജീവൻ കിട്ടിയില്ല. ഹനുമാൻ സ്വാമിയോട് ഈ പർവ്വതത്തെ തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുചെന്നാക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു. ഹനുമാൻ സ്വാമി അത് ശിരസാവഹിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു. ദിവ്യൌഷധങ്ങളുടെ ഫലം എത്രത്തോളം മഹത്തരാണ്. ആ ഔഷധങ്ങളെ മനസ്സിൽ നമസ്കരിച്ച് നമുക്ക് അധ്യായം അവസാനിപ്പിക്കാം. എറണാകുളം, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന തൃപ്രയാർ, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങൾ യഥാക്രമം
രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. ഇതിന് സമാനമായി കോട്ടയം, ഇടുക്കി ജില്ലകളിലും 4 അമ്പലങ്ങളുണ്ട്. ഇന്നത്തെ രാമകഥാമൃതം 4 അമ്പലങ്ങളെക്കുറിച്ചാണ്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ ഒരു മാസക്കാലം നീണ്ടു നിന്ന രാമായണ മാസാചരണത്തിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ ഭഗവാന്റെ കഥകൾ പലതരത്തിൽ കേട്ടു. ഭഗവാന്റെ ഭക്തരുടെ കഥകൾ കേട്ടു, ഭഗവാൻ ചെയ്ത വീരകൃത്യങ്ങൾ കേട്ടു. ഇതൊക്കെ രാമായണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസക്കാലം രാമകഥാമൃതത്തിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ഈ രാമകഥാമൃതത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ രാമായണ മാസക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള യാത്രയെക്കുറിച്ചാണ്, നാലമ്പല ദർശനത്തെക്കുറിച്ചാണ്. ക്ഷേത്രങ്ങൾ ദർശിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും നമ്മളുടെ ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. രാമായണ മാസക്കാലത്ത് ദർശിക്കുക എന്നുള്ളത് ശ്രേയസ്കരാണ്. എന്നാൽ രാമായണ മാസക്കാലത്ത് ഭഗവാന്റെ സഹോദരന്മാരുടെയും ഭഗവാന്റെയും ക്ഷേത്രങ്ങൾ പോയി കാണുക എന്നുള്ളത് അതിലേറെ ശ്രേയസ്കരമാണ്. അങ്ങനെ 4 ക്ഷേത്രങ്ങൾ, ശ്രീരാമസ്വാമിയുടെ, ഭരതസ്വാമിയുടെ, ലക്ഷ്മണസ്വാമിയുടെ, ശത്രുഘ്നസ്വാമിയുടെ, ഇത്രയും ക്ഷേത്രങ്ങൾ കാണുക, അല്ലെങ്കിൽ അവിടെ ചെന്ന് തൊഴുക, അവിടെ പറ്റുന്ന വഴിപാടുകൾ നടത്തുക എന്നുള്ളതൊക്കെ ഏറെ നാളുകളായിട്ട് തന്നെ മലയാളികൾ തുടർന്നു പോരുന്ന ഒരു ആധ്യാത്മിക സബരിയാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ 4 അമ്പലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ലഘുവായിട്ട് പരിശോധിക്കാം. ഈ 4 അമ്പലങ്ങൾ തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രചാരം കൂടിയത് കൊണ്ടായിരിക്കാം പല ജില്ലകളിലായിട്ടും 4 അമ്പലത്തിൻ്റെ പ്രാധാന്യം പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയാറുള്ള ഒരു പാരമ്പര്യം തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 4 അമ്പലങ്ങളാണ്. കോട്ടയം ജില്ലയിൽ 4 അമ്പലമുണ്ട്, മലപ്പുറം ജില്ലയിൽ 4 അമ്പലമുണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഈ 4 ക്ഷേത്രങ്ങൾ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. അതിൽ ഇന്നേ ദിവസം നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 4 അമ്പല ക്ഷേത്രങ്ങളായിട്ടുള്ള 4 ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ക്ഷേത്രം തൃപ്രയാറാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രണ്ടാമത്തെ ക്ഷേത്രം കൂടൽമാണിക്യമാണ്. കൂടൽമാണിക്യം ശ്രീ സംഘമേശ്വര ക്ഷേത്രം. മൂന്നാമത്തേത് സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമാണ്, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. 4-മത്തേത് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായി ദർശനം നടത്തുന്ന ക്രമത്തെയാണ് യഥാർത്ഥത്തിൽ ഈ 4 അമ്പല ദർശനം എന്ന് പറയുന്നത്. ഇപ്പം ഈ 4 അമ്പലങ്ങളിലും ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ 4 പോയി തൊഴുത് അവസാനിപ്പിക്കുക, അങ്ങനെയാണ് ആ പതിവ്. അപ്പം അതിനു മുമ്പായിട്ട് ഈ 4 അമ്പലങ്ങൾ ഉണ്ടായിട്ടുള്ള കഥ ഒന്ന് ലഘുവായിട്ട് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ക്ഷേത്രങ്ങൾക്ക് പുറകിലുള്ള ഉൽപ്പത്തിയുടെ കഥയായിട്ട് പറയാനുള്ളത്, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ 4 വിഗ്രഹങ്ങളും ദ്വാരക കടലെടുത്ത സമയത്ത് കടലിൽ പോയി. അത് ഒഴുകി ഒഴുകി കേരള തീരത്തേക്ക് വരികയും ആ കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിലുള്ള ചില ആളുകൾ അത് ശേഖരിക്കുകയും അത് അവരുടെ ഭരണാധികാരിയുടെ സ്ഥാനം ഉണ്ടായിരുന്ന വാഗയിൽ കൈമൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മഹാത്മാവിനെ ഏൽപ്പിച്ചു എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ നിശ്ചയപ്രകാരമാണത്രേ ഈ 4 വിഗ്രഹങ്ങൾ 4 നദീതീരങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ക്ഷേത്രങ്ങൾ. അതിലൊന്ന് തൃപ്രയാറാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമിയാണ്. ഭഗവാന്റെ അവിടുത്തെ ഭാവം ഈ ഖരവധത്തിന് ശേഷം നിൽക്കുന്ന ആ ഒരു ഭാവമാണെന്നാണ്. ഖരൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിച്ച ഭാവം. രണ്ടാമത്തേത് സാക്ഷാൽ കൂടൽമാണിക്യം സംഘമേശ്വര ക്ഷേത്രമാണ്. സംഘമേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്നത് ഭരതനെയാണ്. തൻ്റെ ജ്യേഷ്ഠൻ അയോധ്യയിൽ എത്താറായി എന്ന് ഹനുമാൻ സ്വാമി മുഖാന്തരം അറിഞ്ഞ ഭരതന്റെ ഭാവമാണ് അവിടെ നിന്നാണ് സങ്കല്പം. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് പറയാനുള്ളത് മീനൂട്ടാണ്. എന്നാൽ സംഘമേശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സംഘമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് താമരമാലയാണ് എന്നാണ് സങ്കല്പം. നമ്മളുടെയൊക്കെ നാടുകളിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട അവസരങ്ങൾ നടക്കുന്ന സമയത്ത് മഴ ഇത്യാദി കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനായി കൂടൽമാണിക്യം സംഘമേശ്വര സ്വാമിക്ക് താമരമാല നേരുക എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു വഴിപാടുണ്ട്. ഒപ്പം തന്നെ സംഘമേശ്വരൻ ഒരു വൈദ്യന്റെ ഭാവത്തിലുള്ള ആൾ കൂടി. അതുകൊണ്ട് തന്നെ ഉദരരോഗം മാറാനായിട്ട് വഴുതനങ്ങാ നേദ്യം എന്ന് പറയുന്ന വിശേഷപ്പെട്ട നേദ്യവും അവിടെയുണ്ട്. മൂന്നാമത്തെ ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ്. അവിടെ അനന്തന്റെ ഭാവമായിട്ടുള്ള ലക്ഷ്മണനാണ് പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ആർക്കും സർപ്പഭയം വേണ്ട എന്നാണ് താല്പര്യം. അവിടെ ഒരാളും ഈ അടുത്ത കാലത്തൊന്നും
സർപ്പദംശനമേറ്റ് അവരുടെ ജീവൻ അപകടത്തിലായ അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പറയുക. 4-മത്തേതായിട്ട് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രമാണ്. ഭഗവാന്റെ ചക്രം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കാണുന്ന സുദർശനമാണ് ശത്രുഘ്നായിട്ട് അവതരിച്ചതെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ചക്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്, ശത്രുദോഷം തീരാനായിട്ട്. അപ്പൊ ഇതൊക്കെ തീർത്ത് സാധിക്കുന്നുണ്ടെങ്കിൽ കൂടൽമാണിക്യത്തിനടുത്തായിട്ടുള്ള നടവരമ്പ് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൂടെ പോയി തീർത്ഥാടനം അവസാനിപ്പിക്കുന്ന രീതി പൊതുവിൽ കാണാറുണ്ട്. കാരണം ഹനുമാൻ സ്വാമിയെ കൂടി കണ്ട് നമസ്കരിക്കുക എന്നുള്ള സങ്കല്പത്തിൽ. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമനെക്കുറിച്ചും രാമന്റെ സഹോദരന്മാരെക്കുറിച്ചും കൂടുതൽ അറിയാനും അവരിലുള്ളൊരു ഭക്തി നമ്മളിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനും, ഒപ്പം കുടുംബമായിട്ട് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്ന സമയത്ത് കുടുംബമായിട്ട് ഒരു ആധ്യാത്മിക സംസ്കാരം വളർത്തിയെടുക്കാനും ഇതൊക്കെ സഹായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ആ തൃപ്രയാറപ്പനായിട്ടുള്ള ശ്രീരാമസ്വാമിയെയും സംഘമേശ്വരനെയും പായമ്മൽ പെരുമാളിനെയും തിരുമൂഴിക്കുളത്ത് ലക്ഷ്മണസ്വാമിയും ഒക്കെ ഇനിയും വരുന്ന വർഷങ്ങളിലുള്ള രാമായണ മാസക്കാലത്തൊക്കെ ചെന്ന് കാണാനും നമസ്കരിക്കാനും രാമായണ മാസം ഈ വർഷം നമ്മൾ ആചരിച്ചതുപോലെ തന്നെ വിപുലമായിട്ട് ആചരിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വരും വർഷങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമകഥാമൃതത്തിന്റെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. രാമായണകാലം പുണ്യകാലമാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്താറുണ്ട്. ഏകനായ ഈശ്വരന്റെ മാനുഷിക രൂപം എന്ന നിലയിൽ ഏതമ്പലത്തിലും രാമായണം ആദരിക്കപ്പെടുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വാൽമീകി രാമായൺ ഭവൻ. രാമാവതാര കാലഘട്ടത്തിന്റെ മധുരസ്മൃതികൾ ഭക്തിയിൽ ചാലിച്ചു വിളമ്പുന്ന നാടാണ് ഉത്തർപ്രദേശിലെ അയോധ്യയും പരിസര പ്രദേശങ്ങളും. രാമായണ കർത്താവായ വാൽമീകി രാമായണത്തിലെ മുഖ്യ കഥാപാത്രമായതുകൊണ്ട് തന്നെ രാമജന്മഭൂമിക്ക് സമീപം വളരെ പ്രാധാന്യത്തോടെ വാൽമീകി രാമായണ ഭവൻ സ്ഥിതി ചെയ്യുന്നു. ഉത്തരേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ രീതി അനുവർത്തിച്ച് നിർമ്മിച്ച ഈ മന്ദിരം വെണ്ണക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിന്റെ ചുവരുകളിൽ രാമായണത്തിന്റെ 24,000 ശ്ലോകങ്ങളും വ്യക്തമായി വായിക്കാവുന്ന തരത്തിൽ കൊത്തിവച്ചിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതുകൂടാതെ ഭവനത്തിനകത്ത് ചുമരുകളിൽ രാമായണ കഥാസന്ദർഭം വിശദമാക്കുന്ന മനോഹരമായ ചിത്രങ്ങളും കാണാം. ശാന്തമായ പശ്ചാത്തലത്തിൽ പണിഞ്ഞിരിക്കുന്ന ഈ മന്ദിരത്തിന്റെ വിശാലമായ ഹാളിൽ ധാരാളം ഭക്തർക്ക് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന തരത്തിലുള്ള വലിയ വാൽമീകി പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നു. മഹർഷിയുടെ ഇരുവശങ്ങളിലുമായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും രാമപുത്രന്മാരുമായ ലവകുശന്മാരുടെ ചെറുശില്പങ്ങൾ കാണാം. വാൽമീകി മന്ദിരം മിക്ക സമയവും രാമായണ പാരായണ ശബ്ദത്താൽ ഭക്തിസാന്ദ്രമായിരിക്കും. മഹന്ത് നൃത്യ ഗോപാൽദാസ് ജിയുടെ ഔദ്യോഗിക വസതിയും പീഠവും സ്ഥിതി ചെയ്യുന്ന മണി രാംദാസ് ചാവണിയുടെ കീഴിലാണ് ഈ ക്ഷേത്രഭൂമി. വാൽമീകി ഭവനിലെ ഏറ്റവും വലിയ ഉത്സവം വാൽമീകി ജയന്തിയായ അശ്വിനി പൗർണമി നാളിലാണ്. അലങ്കാരങ്ങളും പ്രത്യേക പൂജകളും ഈ ദിനത്തിന്റെ മാറ്റുകൂട്ടുന്നു. രാമനവമിയാണ് ഇവിടുത്തെ മറ്റൊരു വിശേഷ ദിനം.
ഹൈന്ദവ സംസ്കാരത്തിൽ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഗുരുപൂർണിമയിലും ഇവിടെ ധാരാളം ഭക്തർ എത്തിച്ചേരുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നു. बाबा करे ना प्यार ऐसे दीन अनाथों का. ഇത് കലയുടെയും ഭാഷയുടെയും സമന്വയ ഭൂമിയാണ്. പവിത്രമായ ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരശിലയാണ്. അനാദിമധ്യാന്തനായ പരമാത്മാവിനെ അടുത്തറിയുന്ന ആദികവിയുടെ ആവാസസ്ഥാനമാണ്. പൂർവികരായ ആചാര്യന്മാരുടെ അനുഗ്രഹം എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. वाणी मनवा राम नाम की वाणी, तू राम भजन कर प्राणी, तेरी 2 दिन की जिंदगानी. ഈ വിശാല ലോകം എവിടെ തുടങ്ങുന്നു എന്ന് നമുക്കറിയില്ല, എവിടെ അവസാനിക്കുന്നു എന്നും നമുക്കറിയില്ല. അതിനപ്പുറം എന്തെന്ന് സങ്കല്പിക്കാൻ പോലും നമുക്കാവില്ല. ഇത്തരം അജ്ഞതയിൽ മുങ്ങി നിന്നുകൊണ്ട് നാം സർവജ്ഞരാണെന്ന് ഭാവിക്കുന്നു. എത്ര അപഹാസ്യമായ അവസ്ഥയാണ് നമ്മുടേത്. അന്യരെ കളിയാക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.